ജോസൽ, ഇടുക്കിയിലാണ് കാര്യമായ രീതിയിൽ ഇന്നലെ മുതൽ മഴ ഉള്ളത്. അവിടെ ശക്തമായ രീതിയിലുള്ള മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും ഒക്കെയാണ് ഉള്ളത്. മലയോര മേഖലകളിൽ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? വിവരങ്ങൾ എങ്ങനെയാണ്? പ്രിയ, ഇന്നലെ 5:30 മുതൽ ആരംഭിച്ച ശക്തമായ മഴ ഒരു 8:30 വരെ ഇവിടെയുള്ള ജനങ്ങളെ, പ്രത്യേകിച്ച് ലോ റേഞ്ച് പ്രദേശങ്ങളിലുള്ള ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ശക്തമായ മഴയാണ് പെയ്തത്. അത് ഇടുക്കി ജില്ലയിൽ പൂർണ്ണമായി അത്തരത്തിൽ ഒരു മഴ പെയ്തു എന്ന് പറയാൻ പറ്റില്ല. പെയ്തത് ഈ തൊടുപുഴ താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ, ഇടുക്കി താലൂക്കിൻ്റെ ചില പ്രദേശങ്ങളിലുമാണ് ഇത്തരത്തിലുള്ള ശക്തമായ മഴ പെയ്തത്. ആ ശക്തമായ മഴയിൽ വിവിധ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലും പൂച്ചപ്ര, അതുപോലെ തന്നെ ചേറാടി, ചെപ്പുകുളം തുടങ്ങിയ പ്രദേശങ്ങളിൽ ചെറിയ രീതിയിലുള്ള ഉരുൾപൊട്ടലുണ്ടായി. സംസ്ഥാന പുളിയന്മല തൊടുപുഴ ദേശീയപാതയിൽ, സംസ്ഥാന പാതയിൽ വിവിധ സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലും മരം വീഴ്ചയും എല്ലാം ഉണ്ടായി. ആ മരം വീഴ്ചയിൽ ഓടിക്കൊണ്ടിരുന്ന 2 കാറുകൾക്ക് മുകളിലേക്ക് ഈ മരവും മണ്ണും എല്ലാം വീണ് ഒരു കാറ് പൂർണ്ണമായിട്ടും ഒരു കാറ് ഭാഗികമായും തകരുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിലുണ്ടായിരുന്ന ആളുകളെ പരിക്കുകളൊന്നും കൂടാതെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. കോട്ടയം പാലാ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ഈ വാഹനത്തിന് മുകളിലേക്കാണ് ഇത്തരത്തിൽ മണ്ണും മരവും എല്ലാം വീഴുന്ന ഒരു സാഹചര്യമുണ്ടായത്. വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ രണ്ട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്ന് അവിടേക്ക് ചില കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഈ കരിപ്പലങ്ങാട് പ്രദേശത്താണ് ഈ വീടിന് മുകളിലേക്ക്, കരിപ്പലങ്ങാട് പാടത്തിൽ അനൂജാമോളുടെ വീട്ടിലേക്കാണ് മണ്ണ് ഇടിഞ്ഞു വീണത്. ആ യുവതിയും പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ആശ്വാസകരമായി കഴിഞ്ഞ 5:30 മുതൽ 8:30 വരെ നീണ്ടു നിന്ന മഴ വളരെ ഭീതി ഉണ്ടാക്കിയെങ്കിലും വലിയ മനുഷ്യജീവന് നഷ്ടമുണ്ടാകാത്ത രീതിയിൽ അവസാനിച്ചു എന്നുള്ളത് വളരെ ആശ്വാസകരമായ വസ്തുതയാണ്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് മലങ്കര ഡാമിന് തൊട്ട് മുമ്പിലാണ്. ഇവിടെ ഇപ്പോൾ 6 ഷട്ടറുകളിൽ 4 എണ്ണം, അതായത് ഇടുക്കി അണക്കെട്ടിൽ നിന്നുള്ള ഈ മൂലമറ്റം പവർ ഹൗസിൽ പൂർണ്ണതോതിലുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ മലങ്കര ജലാശയത്തിൽ, മലങ്കര അണക്കെട്ടിൽ ഇത്രയും വെള്ളം ഒഴുകിയെത്തുന്നത്. ഇതിൻ്റെ ഒരു പൂർണ്ണ സംഭരണശേഷി എന്ന് പറയുന്നത് 41.5 മീറ്ററാണ്. അതിൽ 41.28 മീറ്ററും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. വെറും 22 സെൻറ്റിമീറ്ററും കൂടെ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൂർണ്ണ സംഭരണശേഷിയിലേക്ക് ഈ മലങ്കര ജലാശയം എത്തും. അങ്ങനെയാണെങ്കിൽ 2 മീറ്റർ വരെ ഉയർത്താൻ ജില്ലാ കളക്ടറുടെ അനുമതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ തൊടുപുഴ മൂവാറ്റുപുഴയാറ് കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ 2 മീറ്റർ ഉയരുകയാണെങ്കിൽ സമീപത്തുള്ള വീടുകളിലേക്കൊക്കെ ജലം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ 2 മീറ്ററും ഉയർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ തീരദേശങ്ങളിൽ, തൊടുപുഴ മൂവാറ്റുപുഴയാറിൻ്റെ തീരദേശങ്ങളിൽ കഴിയുന്ന ആളുകൾ ജാഗ്രത പുലർത്തണം എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ മഴ മാറി നിൽക്കുന്ന അവസ്ഥയാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പ്രിയ. ജോസൽ, പ്രത്യേകിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് എടുത്തു പറയുന്നുണ്ട്. അത് ആശ്വാസകരം തന്നെയാണ്. ഈ സ്കൂളൊക്കെ തുറക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണല്ലോ. പക്ഷേ ഇപ്പോഴും ഇടുക്കി ജില്ലയിലേക്കും അവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ആളുകൾ എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് മഴ വന്ന് തടസ്സം സംഭവിച്ച, അല്ലെങ്കിൽ മഴ മൂലം പിന്നീട് അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധിക്കാത്ത ഒരു സ്ഥിതി വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ളവരെയൊക്കെയും സുരക്ഷിതമായി മാറ്റാനുള്ള ഏർപ്പാടുകൾ ജില്ലാ ഭരണകൂടം ചെയ്തിട്ടുണ്ടോ? മുന്നറിയിപ്പൊക്കെയും ഇവർക്ക് കിട്ടേണ്ട രീതിയിലുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാണോ? തീർച്ചയായിട്ടും ഇന്നലെ ജില്ലാ കളക്ടർ ഇവിടെ ഈ ലോ റേഞ്ച് മേഖല, പ്രത്യേകിച്ച് മുട്ടത്ത് വന്ന് കേന്ദ്രീകരിച്ച് ആണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. അതുപോലെ തന്നെ ഇന്നലെ രാത്രിയിൽ തന്നെ ഈ സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞ പ്രദേശങ്ങളിലെല്ലാം ആ മണ്ണിടിഞ്ഞത് മാറ്റി ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഏതായാലും ആ കാര്യങ്ങളിലെല്ലാം ഈ ജില്ലാ ഭരണകൂടം വളരെ കൃത്യമായി, ഈ മഴയുടെ മുന്നറിയിപ്പ് ഉണ്ടായ ആദ്യഘട്ടത്തിൽ മുതൽ ഇടുക്കി ജില്ലാ ഭരണകൂടം വളരെ കൃത്യമായി കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. ജില്ലാ കളക്ടർ ആദ്യഘട്ടത്തിൽ തന്നെ അതിനനുസരിച്ചുള്ള യോഗം വിളിച്ചുകൂട്ടി ജില്ലയിലെ വകുപ്പ് മേധാവികളുടെ എല്ലാം യോഗം വിളിച്ചുകൂട്ടി ഏകോപനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ തന്നെ ഇന്നലെ ഇടുക്കിയിൽ നിന്ന് പുറപ്പെട്ട KSRTC ബസ് ഉപ്പുകുന്ന് വഴി തിരിച്ചുവിട്ട് യാത്രക്കാരെ തൊടുപുഴയിൽ എത്തിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്നലെ രാത്രി തന്നെ ഈ മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെട്ട, മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടത് രാത്രി തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുണ്ട്. ഏതായാലും ആ കാര്യത്തിലെല്ലാം കൃത്യമായ പ്രവർത്തനമാണ് നടത്തുന്നത്. പിന്നെ ഈ
രാത്രി കാലങ്ങളിലുള്ള യാത്ര ഇന്നലെ പൂർണ്ണമായിട്ടും ജില്ലാ കളക്ടർ നിരോധിച്ചിരുന്നു. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാതെ, കാരണം റെഡ് അലർട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ പോലും ഇടുക്കി ജില്ലയിൽ ഇത്രയും ശക്തമായ ഒരു മഴ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായില്ല. ഇന്നലെ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു 5:30 മുതൽ 8:30 വരെ നിർത്താതെ കനത്ത മഴ പെയ്തത്. ആ സാഹചര്യത്തിൽ ആർക്കും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ഏത് അവസ്ഥയിലേക്കാണ് ജില്ല പോകുന്നത് എന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. പക്ഷേ ഈ മഴയെല്ലാം ഉണ്ടായത് ഈ ലോ റേഞ്ചിലാണ് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഈ മലങ്കര ഡാം തുറന്നു വിടുമ്പോൾ ഇപ്പം മൂന്നാറിലുള്ള കുണ്ടള ഡാം വറ്റി വരണ്ട് കിടക്കുകയാണെന്ന് ഉള്ള ഒരു റിപ്പോർട്ടും വരുന്നുണ്ട്. ഈ ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ മുൻകാലങ്ങളിൽ നിന്നും വളരെ കുറഞ്ഞ ഒരു മഴയാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം താലൂക്കുകളിൽ വളരെ കുറഞ്ഞ മഴയാണ് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തൊടുപുഴ ലോ റേഞ്ച്, പ്രത്യേകിച്ച് ഈ ശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ഈ എറണാകുളം, കോട്ടയം ജില്ലയുടെ പ്രദേശങ്ങളിൽ ഇടയിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ തൊടുപുഴ താലൂക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗം കൂടി ആയിരിക്കണം, ആ ഒരു ചാലിലായിരിക്കാം ഈ മഴ പെയ്യുന്നത് എന്നാണ് കരുതുന്നത്. ഏതായാലും ഈ ഹൈറേഞ്ച് പ്രദേശത്ത്, ഈ ഹൈറേഞ്ചിൽ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാടൻ ജില്ലകളിലാണെങ്കിലും കടുത്ത വേനൽ ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും ഇടുക്കി ജില്ലയുടെ ഈ ലോ റേഞ്ച് പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള കടുത്ത മഴ ഇന്നലെ പെയ്തത്. ഇപ്പോൾ ഏതായാലും തോർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. ശരി ജോസിൽ.